മലയാളികളിൽ ആർക്കും തന്നെ മറക്കാനാവാത്ത രണ്ട് വ്യക്തികളാണ് കെവിൻ നീനു. കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ആദ്യ ദുരഭിമാന കൊല കെവിൻ്റേത് തന്നെ. പ്രണയത്തിൽ ഉറച്ചു നിന്നതിനെ തുടർന്നാണ് കെവിന് സ്വന്തം ജീവൻ പോലും വെടിയേണ്ടി വന്നത്. കെവിൻ്റെ പ്രണയത്തിലായിരുന്ന നീനുവിനെയും മറക്കാനാവില്ല. എന്നാൽ ഇപ്പോൾ നീനുവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്ത സത്യാവസ്ഥ എന്താണ്? നീനു വീണ്ടും വിവാഹിതയായെന്നും അടുത്തത് കെവിൻ്റെ അച്ഛനാണെന്നുമാണ് ചില യൂട്യൂബ് ചാനലുകളിൽ വാർത്ത വരുന്നത്. ഈ വാർത്തകൾ സത്യാവസ്ഥ അന്വേഷിക്കുകയാണ് ചില ചാനലുകാർ. കേസിൽ പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം തടവാണ് കോടതി വിധിച്ചത്. 2018 മെയ്യിലായിരുന്നു കേസിന് ആസ്പദമായ കൊല നടന്നത്. ദളിത് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട കോട്ടയം നട്ടാശ്ശേരി പ്ലാത്തറയിൽ ജോസഫിൻ്റെ മകൻ കെവിൻ പി ജോസഫ് നീനു എന്ന പെൺകുട്ടിയെ വിവാഹം കഴിച്ചതിനെ തുടർന്ന് നീനുവിൻ്റെ ബന്ധുക്കളുടെ ദുരഭിമാനവും വിരോധവുമാണ് ിലേക്ക് നയിച്ചത് എന്നാണ് കേസ്. താഴ്ന്ന ജാതിയിൽപ്പെട്ട കെവിനെ വിവാഹം കഴിക്കാൻ കുടുംബത്തിന് അപമാനം ഉണ്ടാകുമെന്ന നീനുവിൻ്റെ സഹോദരനും ഒന്നാം പ്രതിയുമായ സാനു ചാക്കോയുടെ വാട്സപ്പ് സന്ദേശം പ്രോസിക്യൂഷൻ തെളിവായി കോടതിയിൽ ഹാജരാക്കിയിരുന്നു. നീനുവിനെ വിവാഹം ചെയ്ത് നൽകാമെന്ന് അച്ഛൻ ചാക്കോ ഒത്തുതീർപ്പ് ചർച്ചയിൽ കെവിനോട് പറഞ്ഞിരുന്നുവെന്നും അതുകൊണ്ട് ദുരഭിമാന കൊലപാതകം അല്ല എന്നും പ്രതിഭാഗം കോടതിയിൽ വാദിച്ചിരുന്നു. കെവിനെയും പ്രതികൾ തട്ടിക്കൊണ്ടുപോയ അനീഷായിരുന്നു മുഖ്യ കക്ഷി. നിയാസ് ഫോണിൽ വിളിച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി കെവിൻ പറഞ്ഞിരുന്നു എന്ന് നീനുവിൻ്റെ മൊഴിയാണ് കേസിൽ നിർണായക വഴിത്തിരിവായത്. കെവിൻ്റെ മരണശേഷം തന്നെ താമസിച്ചിരുന്ന നീനു പിന്നീട് ജോലിക്കായി ബാംഗ്ലൂരിലേക്ക് പോയി. ഇപ്പോൾ അവിടെയാണ് താമസം. അതിനിടയിൽ നീനു വീണ്ടും വിവാഹിതയായെന്നും വയനാട് സ്വദേശിയെയാണ് വിവാഹം കഴിച്ചത് എന്നുമൊക്കെ സൈബർ ഇടങ്ങളിൽ പ്രചരിക്കുന്നു. കെവിൻ്റെ പിതാവ് തന്നെയാണ് മുൻകൈ എടുത്തത് വിവാഹം നടത്തിക്കൊടുത്തത് എന്നൊക്കെയാണ് പ്രചരണം. വിവാഹം നടത്തിയത് നന്നായെന്നും ജീവിതകാലം മുഴുവൻ നീനു ഒറ്റയ്ക്ക് കഴിയേണ്ടയെന്നും ഒക്കെയാണ് പ്രതികരണങ്ങൾ വന്നത്. എന്നാൽ ഈ വാർത്തയുടെ സത്യാവസ്ഥ അന്വേഷിച്ചപ്പോൾ നീനു വിവാഹിതയായിട്ടില്ല എന്നാണ് അറിയുന്നത്. കോട്ടയം സ്വദേശിയായ കെവിൻ്റെ പിതാവ് ജോസഫിനും ഇക്കാര്യം അറിയില്ല എന്ന് പറയുന്നു. നീനു ഇപ്പോഴും ബാംഗ്ലൂരിൽ ജോലി ചെയ്യുകയാണ്. കെവിൻ്റെ മരണശേഷം മാനസികമായി തകർന്ന നീനു കുറച്ചുകാലം കെവിൻ്റെ വീട്ടിൽ തന്നെയാണ് താമസിച്ചിരുന്നത്. സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോയിരുന്നില്ല. ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങിയതോടെ ജോലി ആവശ്യമായി വന്നു. ഇതോടെ ബാംഗ്ലൂരിൽ IT മേഖലയിൽ ജോലി ചെയ്ത് വരികയാണ് നീനു. പ്രചരിക്കുന്നതും ശരിയല്ല എന്നാണ് നീനുവിനെ അടുത്തറിയുന്നവർ പറയുന്നത്. 2018 മെയ് 28-നാണ് കെവിനെ കൊല്ലപ്പെട്ട നിലയിൽ പൂനനൂരിന് സമീപം ചാലിയക്കര ആറ്റിൻ കണ്ടെത്തിയത്. നീനുവിൻ്റെ പിതാവ് ചാക്കോ, സഹോദരൻ ഷാനു ചാക്കോ എന്നിവർ ഉൾപ്പെടെ 14 പേരായിരുന്നു പ്രതികൾ. 2018 മെയ് 27-ന് പുലർച്ചെ മന്നാനത്തെ വീട് ആക്രമിച്ച് കെവിനെയും ബന്ധു അനീഷിനെയും 13 അംഗ ആക്രമ സംഘം 2 കാറുകളിലാക്കി തട്ടിക്കൊണ്ടുപോയി. സംഭവം അറിഞ്ഞ് നാട്ടുകാർ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു. രാവിലെ കെവിൻ്റെ പിതാവ് ജോസഫും ഭാര്യ നീനുവും പോലീസ് സ്റ്റേഷനിൽ എത്തിയെങ്കിലും പരാതി സ്വീകരിക്കാനോ അന്വേഷിക്കാനോ ഗാന്ധിനഗർ SI തയ്യാറായില്ല. രാവിലെ 11 മണിയോടെ അനീഷിൻ്റെ അക്രമ സംഘം ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ 2.5 കിലോമീറ്റർ അകലെ സംക്രാന്തിയിൽ ഇറക്കി വിട്ടു. ക്രൂരമായ പീഡനത്തിനിരയായ അനീഷിനെ മൊഴിയിൽ പോലീസ് കേസെടുക്കുകയും കെവിനെക്കുറിച്ച് അന്വേഷിക്കാൻ തയ്യാറായില്ല. മുഖ്യമന്ത്രി ഇടപെട്ടതോടെ അന്വേഷണത്തിൻ്റെ വേഗത കൂടി. പരിശോധന തുടരുന്നതിനിടെ 28-ാം തീയതി രാവിലെ തെന്മല ചാലിയക്കര തോട്ടിൽ കെവിൻ്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ദുരഭിമാന കൊല കേസ്